ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്. പനനങ്ക് വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക്. വളരെ രുചികരമായ ഒരു മിൽക്ക് ഷേക്കാണിത്. ഈ റമദാനിന് ചൂട് കുറക്കാനായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 പനനങ്കാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ജ്യൂസ് തയ്യാറാക്കുന്നത്. ചള്ള് പനനങ്ക് നോക്കിയിട്ട് വേണം ജ്യൂസ് അടിക്കാൻ വാങ്ങാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മീതത്തെ ഈ കട്ടിയുള്ള തൊലിയെല്ലാം നമുക്കൊരു കത്തി വെച്ച് നീക്കി കൊടുക്കാം. എല്ലാ പനനങ്കിൻ്റെയും തൊലി നീക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ മാറ്റിക്കൊടുത്ത പനനങ്ക് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു 3/4 കപ്പ് പാൽപ്പൊടിയും ചേർത്താണ് ഞാനിവിടെ ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് കട്ടപ്പാൽ വേണമെങ്കിൽ ഒഴിച്ച് അങ്ങനെയും തയ്യാറാക്കാം. എനിക്കിഷ്ടം പാൽപ്പൊടി ആയതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്ത നമ്മുടെ ജ്യൂസിലേക്ക് നമുക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം കുതിർത്തിയതിന് ശേഷം അതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ജ്യൂസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ജ്യൂസിലേക്ക് താഴാൻ സാധ്യതയുള്ളതിനാൽ നമുക്ക് 2 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് സ്പൂൺ വെച്ചോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഉന്മേഷമേകാൻ വളരെ നല്ലതാണ് കസ്കസ്. ഈ പനനങ്കിൻ്റെ ജ്യൂസും വളരെ ഹെൽത്തിയായ ഒന്നാണ്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളിതൊന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ.